KPCC ലീഡേഴ്സ് സമ്മിറ്റിന് ഔദ്യോഗികമായി തന്നെ തുടക്കമായിരിക്കുന്നു. അല്പസമയം മുമ്പ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പതാക ഉയർത്തി സുൽത്താൻ ബത്തേരിയിലെ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഇതിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിന്റെ ഔദ്യോഗികമായ ഒരു പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. അദ്ദേഹത്തിന്റെയും അതോടൊപ്പം KPCC അധ്യക്ഷന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയത്തിനകം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തുകൂടി പോകേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വളരെ നിർണായകമാണ്. KPCC പ്രസിഡന്റും ക്ഷമിക്കണം ഇപ്പോൾ മാധ്യമങ്ങളെ അവർ കാണുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ലീഡേഴ്സ് സമ്മിറ്റിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അവർ രാഷ്ട്രീയമായ ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടില്ല. നേരത്തെ നേതാക്കളൊക്കെ തന്നെയും പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഒരുപക്ഷെ പ്രതിപക്ഷ VD സതീശൻ അല്പസമയത്തിന് തന്നെ വരും. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ലക്ഷ്യം എന്ന് പറയുന്ന ഈ ലീഡേഴ്സ് ക്യാമ്പ് എന്ന് പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിനെ സജ്ജമാക്കുന്നതിന് ആവശ്യമായ തന്ത്രപരമായ സമീപനങ്ങളും അതോടൊപ്പം തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങളും തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾക്ക് ഒരു രൂപം നൽകുക എന്നതാണ് ശരിക്കും ഈ ക്യാമ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഗ്രൂപ്പ് തിരിച്ചുള്ള ചർച്ചകളുണ്ടാകും. വ്യത്യസ്ത മേഖലകൾ 3 മേഖലകൾ, ഉത്തരമേഖല, മധ്യമേഖല, അതോടൊപ്പം ദക്ഷിണ മേഖല, ഈ 3 മേഖലകളിലെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ വളരെ വിശദമായി തന്നെ ചർച്ചകളിലേക്ക് ഉണ്ടാകും. തുടർന്ന് അങ്ങോട്ട് ഇതിലൊരു നാളെയോടുകൂടി തന്നെ ഒരു വിഷൻ ഡോക്യുമെന്റ് നമുക്കറിയാം. 2025-ൽ 24-ൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പിന്നെ ഇവിടെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ തന്നെ ചേർന്ന ഒരു ക്യാമ്പിൽ ഒരു വിഷൻ ഡോക്യുമെന്റ് നടപ്പാക്കി തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് UDF കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാതൃകയിൽ